അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സമസ്തയുടെ സ്ഥാപക ദിനമാണ്. സമസ്ത 100-ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമായിട്ടുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയങ്ങളും തീരുമാനങ്ങളും സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് സമസ്തയെക്കുറിച്ചും സമസ്തയുടെ നയനിലപാടുകളെക്കുറിച്ചും സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നത് സുപ്രഭാതം റെസിഡന്റ് എഡിറ്റർ കൂടിയായിട്ടുള്ള സത്താർ പന്തലൂരാണ്. സ്വാഗതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമാവുന്നത്. ഔദ്യോഗികമായിട്ട് നമ്മൾ അതിൻ്റെ പശ്ചാത്തലങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് 1926 മുതലുള്ള ചർച്ചകളാണ്. 1926 മുമ്പ്, അതായത് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ചോദ്യം. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. പക്ഷെ അതൊരു സംഘടനാ രൂപം കൊണ്ടത് ആ വർഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രം സ്ഥിരീകരിക്കുന്ന ഒരു ആധികാരിക രേഖയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധനം നടന്നു എന്നുള്ളത്. സ്വഹാബത്ത് തന്നെ ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നു എന്നൊക്കെ കേവലം ഊഹങ്ങളല്ല, ചരിത്രപരമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട സംഗതികളാണ്. അപ്പം അങ്ങനെ കൈമാറി വന്ന ഇസ്ലാമിക വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ സ്വാഭാവികമായിട്ടും പിൽക്കാലത്ത് വികലമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുതും വലുതുമായ പ്രതിരോധങ്ങൾ അതിനെതിരെ ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പം ആ പണ്ഡിതന്മാരുടെ ചെറിയ ചെറിയ ആശയ പ്രചരണങ്ങളും ബിദഈ ആശയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളുമാണ് പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. പിന്നെ അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് അതിനു മുമ്പ് കടന്നു വന്ന പല അധിനിവേശ ശക്തിയുടെ ഭാഗത്തു നിന്നൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ ചെറുത്തുനിൽപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒട്ടേറെ സാഹചര്യങ്ങൾ അന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ പോലും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി അവിടുത്തെ പണ്ഡിതന്മാർ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ചരിത്രത്തിലൊന്നും എവിടെയും കണ്ടിട്ടില്ല. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ നടക്കുന്നു, ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ അവസാനിച്ച് രാജ്യം സ്വതന്ത്രമാവട്ടെ, എന്നിട്ട് നമുക്കൊരു സംഘടനയും സംവിധാനവും പ്രബോധന പ്രവർത്തനമൊക്കെ സജീവമാക്കാം എന്നെവിടെയെങ്കിലും ചർച്ച ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം വിശ്വാസ സംരക്ഷണം, ആദർശ സംരക്ഷണം, ഇതാണ് പ്രധാനം. മറ്റുള്ളതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് മറ്റു കാര്യങ്ങളൊക്കെ അവർ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളാണ് പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് അതിന് മുൻകൈ എടുത്തത്. അന്ന് സമസ്തയുടെ രൂപീകരണ ചരിത്രത്തിൽ കാണാവുന്ന പോലെ ഒട്ടേറെ പണ്ഡിതന്മാർ കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇത് രൂപീകരിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങളൊക്കെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പോലും വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്.
ആ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കാണാൻ വേണ്ടി പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി ഇറങ്ങാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരുക്കി കൊടുത്തൊരു സ്റ്റോപ്പാണ്. അത്രത്തോളം ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പക്ഷെ ഗവൺമെൻറ് ആദരിച്ചിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഒരു ഭരണകൂടത്തോട് സഹകരിക്കുക എന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു വിധേയത്വമൊന്നും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അത് സംബന്ധമായിട്ടൊക്കെ വലിയ തെറ്റിദ്ധാരണകളെന്ന് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ വരെ വലിയ അംഗീകാരവും സ്വാധീനവും ഉണ്ടായിരുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തിലും രൂപീകരിക്കുന്നു. പാങ്ങൽ അഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള സജീവ സംഘാടകർ പിന്നെ അതിനെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. അങ്ങനെയാണ് അതിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസ പ്രസ്ഥാനം കാര്യക്ഷമമായി വരുന്നത് 1951 ശേഷമാണ്. പക്ഷേ അതുവരെയുള്ള ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ സമസ്തയുടെ അതല്ലെങ്കിൽ സമസ്തയുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ ആ ഭരണകൂട കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളിൽ തന്നെ മദ്രസ സംവിധാനം ഉണ്ടായിരുന്നു. അതൊരു ഏകീകൃത സ്വഭാവത്തിലൊന്നുമല്ല. ഓത്തുപള്ളികളായിട്ട് പല മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓത്തുപള്ളികളാണ് അതിൻ്റെ പേര് തന്നെ, മദ്രസകളല്ല, ഓത്തുപള്ളികൾ എന്ന പേരിൽ തന്നെ. ചിലയിടങ്ങളിലൊക്കെ മദ്രസകൾ എന്ന പേരിൽ, അങ്ങനെ പല രീതിയിലും. എന്തായാലും അന്നത്തെ ഗവൺമെൻറ് സ്കൂൾ കെട്ടിടങ്ങളെ മതപഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താമായിരുന്നു. അപ്പോൾ 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി പിന്നൊരു ജനാധിപത്യ രാജ്യമായിട്ട് മാറുന്നു. സ്വന്തം ഭരണകൂടം, ഭരണഘടന ആ ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണ് ഇനി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മതപഠനം അതിനുവേണ്ടി സ്കൂൾ കെട്ടിടങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു സ്വഭാവം വന്നപ്പോഴാണ് പിന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നു, സ്വന്തമായി മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മദ്രസ പഠനത്തിന് അല്ലെങ്കിൽ മതപഠനത്തിന് സൗകര്യം ഉണ്ടായിരുന്നു. അതിന് വിലക്കേർപ്പെടുത്തുകയോ അങ്ങനെയൊന്നും അത്തരം സാഹചര്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാതന്ത്ര്യം നേടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ജനാധിപത്യ മതേതര സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് പ്രത്യേകം ഒരു ആനുകൂല്യം സർക്കാർ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതൊക്കെ ഒരു വിവേചനമായിട്ട് വിലയിരുത്തപ്പെടും. അപ്പം അങ്ങനെ സാഹചര്യം വന്നപ്പോഴാണ് സ്വന്തമായൊരു സംവിധാനത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വരുന്നത്. 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നു. ഇന്നത് ഈ കാണുന്ന വലിയൊരു മദ്രസ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടു. അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമസ്തയുടെ നേതാക്കളുടെ പങ്ക് ചെറുതല്ല. അത്തരം ചർച്ചകളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, അനാവശ്യമായിട്ട് ഭരണകൂടങ്ങളോട് ഏറ്റുമുട്ടാൻ അനുവദിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിശ്വാസ സംരക്ഷണം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം, പ്രബോധന പ്രവർത്തനം നടത്തണം. അതാണ് നമ്മുടെ മതപരമായിട്ട് ആവശ്യമുള്ളത്. അതിന് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ലഭ്യമാകണം. അത് ബ്രിട്ടീഷ് ഭരണകാലത്താണെങ്കിലും ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്താണെങ്കിലും ഭരണകൂടത്തിന് മുമ്പിൽ നമ്മുടെ മതപണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് പാങ്ങൽ അഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള, അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലുള്ള ആളുകളൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ച ആളുകളാണ്. എന്നാൽ ഇതേ ആളുകൾ തന്നെയാണ് സമസ്തയുടെ 1ാം വാർഷിക സമ്മേളനം താനൂരിൽ നടന്ന സമയത്ത് ആ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷും കണക്കും സയൻസും ഒക്കെ പഠിക്കാൻ പ്രത്യേകമായി നിശാ പാഠശാലകൾ സ്ഥാപിക്കണം എന്ന ആവശ്യം പ്രമേയത്തിലൂടെ ഉന്നയിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, മതസ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ
ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ഭരണകൂടം അനുവദിക്കപ്പെടുന്നതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം എന്നാൽ മറുഭാഗത്ത് ഒരു അധിനിവേശ സർക്കാർ അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഇതേ പണ്ഡിതന്മാർ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ച നിലനിൽക്കെ തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുമായിട്ട് അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സമകാലിക വിഷയങ്ങളിൽ സമസ്ത നേടിയെടുക്കുന്നുണ്ട് ഭൗതികമായ വിഷയങ്ങളിൽ ഭരണകൂടവുമായി സംസാരിക്കുമ്പോൾ സമസ്തയെ പല കോണുകളിൽ നിന്ന് വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ പ്രതികരിക്കാം? അല്ല, സമസ്ത ഒന്ന് ഭരണകൂടങ്ങളുമായിട്ട് അമിതമായി ഇടപഴകുന്ന ഒരു സ്വഭാവം സമസ്തക്കില്ല. വളരെ അനിവാര്യമായിട്ടുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമസ്തയുടെ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഭരണകൂടവുമായിട്ട് നമ്മൾ സംസാരിക്കാറുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഏത് ഭരണകൂടമാണെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കപ്പെടാത്തതാകുകയും നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളും ആണെങ്കിൽ നമ്മളതിന് സമരമാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഭരണകൂടത്തോട് അത്തരം കാര്യങ്ങൾ വിഷയാധിഷ്ഠിതമായി കടുത്ത സമീപനം സ്വീകരിക്കേണ്ടി വരും. അപ്പം അത് ഏത് ഭരണകൂടമാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണമല്ലോ. അത് ഒരു സംഘടന എന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ രണ്ട് സമീപനമാണ് സമസ്ത സ്വീകരിച്ചത്. ഒന്ന്, അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എത്രയോ നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതി കേന്ദ്രീകരിച്ചുകൊണ്ട് സമസ്ത തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. കാരണം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ അവകാശാധികാരങ്ങളൊക്കെ ചവിട്ടിമതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മറികടക്കാൻ പരമാവധി നിയമ പോരാട്ടങ്ങൾക്കാണ് സാധിക്കുക. എന്നാൽ സംസ്ഥാനം തീരുമാനിച്ചു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ ആശങ്ക അറിയിക്കാൻ പ്രധാനമന്ത്രിയെ കാണും എന്ന് സമസ്ത പറയുകയുണ്ടായി. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് വരുന്ന സർക്കാരായിട്ട് പോലും പ്രധാനമന്ത്രിയെ കാണുമെന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ്? സാധാരണ ഇസ്ലാമികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലാണ് ഈ കാലത്തെ ജിഹാദ് എന്ന്. അപ്പോൾ ഭരണാധികാരിയുടെ മുമ്പിൽ പോയിട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുക, സംസാരിക്കുക, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക, ഈ ഒരു സമീപനം സമസ്ത സ്വീകരിക്കാറുണ്ട്. പക്ഷെ പിന്നെ സർക്കാർ ആ കാര്യത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയെ കാണാനും മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷെ നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോയി. കേരളത്തിലാണെങ്കിൽ, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. അതിനു മുമ്പ് UDF ഗവൺമെൻറ് ആയിരുന്നു. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ് കാലത്തൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് സമീപിച്ചിട്ടുണ്ട്. UDFൻ്റെ കാലത്താണ് യതീംഖാനകൾക്കെതിരെ വലിയ ഒരു നീക്കം നടന്നത്. അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. അവസാനം അത് ഒരു പൂർണ്ണമായിട്ട് അതിൽ നിന്ന് നീതി ലഭിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് സമസ്ത തന്നെ JJ ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് കേരളത്തിലെ ഓർഫനേജുകളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിട്ട് 135ഓളം വരുന്ന ഓർഫനേജുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോടതി വിധി വാങ്ങിയതിന് ശേഷമാണ് ആ ഓർഫനേജുകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയത്. അപ്പോൾ ഭരണകൂടത്തെ സമീപിച്ചിരുന്നു. ഭരണകൂടം അതിനെ കുറച്ച് നമുക്ക് എതിരായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചതെന്ന്. പക്ഷെ സുപ്രീം കോടതിയിൽ പോയി നമുക്കതിനെ മറികടക്കാൻ പറ്റി. അതേപോലെ ലിംഗസമത്വമായിട്ട് ബന്ധപ്പെട്ട പുതിയ ആശയങ്ങൾ സ്കൂളുകളോട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ സ്കൂൾ സമയമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിക്കും, സമരം നടത്തും, പ്രക്ഷോഭം നടത്തും, കോടതി പോകേണ്ട കോടതി പോകും. ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കാറുണ്ട്, ചില നേടിയെടുക്കാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോമൺ ഇഷ്യൂസൊക്കെ ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ ഒരു മൈനോറിറ്റിയുടെ വിഷയം, മുസ്ലിങ്ങളുടെ വിഷയം, അത് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇന്നത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ അത് ബാധിക്കുന്നൊക്കെ നല്ല
ഭംഗിയുള്ള വാക്ക് പറഞ്ഞിട്ട് പലപ്പോഴും അത്തരം ഇഷ്യൂസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനം പല സെക്യുലർ പാർട്ടികളും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള മതസംഘടനകൾക്കും മതരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉത്തരവാദിത്വം വർദ്ധിച്ചു വരികയാണ്. അപ്പം അത് അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെൻറ് സമീപിക്കുമ്പോൾ, ഗവൺമെൻറ്റോട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത്തരം പ്രൊട്ടസ്റ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമുക്ക് ഇടപെടാൻ ബാധ്യതയുണ്ട്, ഇടപെടേണ്ട സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ചിലതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും, ചിലത് ഭാഗികമായിട്ട് വിജയം ഉണ്ടാകും, ചിലതൊക്കെ മിനിമം അത്തരം കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ തന്നെ വികസനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണകക്ഷിയോട് പ്രതിപക്ഷ കക്ഷികൾ ചെന്ന് സംസാരിക്കുന്നതും സംവദിക്കുന്നതും നമ്മൾ പല മേഖലയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾക്കോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും വിഘാതമാവുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് നേരിട്ട് ഭരണത്തിൻ്റെ ശിലാകേന്ദ്രത്തിൽ ഇരിക്കുന്നവരോട് നേരിട്ട് ചെന്ന് പറയുമ്പോഴും അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് വീണ്ടും വീണ്ടും പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈയിടെ പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മൾ കാണേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പം 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു സംഘടന അതിൻ്റെ രൂപീകരണ കാലത്ത് ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് 100 വർഷം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞത് തന്നെ ചരിത്രത്തിലൊരു അത്ഭുതമാണ്. ഇപ്പം സമസ്തയുടെ അതേ പ്രായപരിധിയിലുള്ള മതസംഘടനകൾ കേരളത്തിലുണ്ട്. അതിന് ശേഷം രൂപീകരിച്ച സംഘടനകളുണ്ട്. 40 വർഷവും 50 വർഷവും 60 വർഷമൊക്കെ പഴക്കമുള്ള മതസംഘടനകൾ കേരളത്തിലുണ്ട്. ഈ ഓരോ മതസംഘടനകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും രാഷ്ട്രീയ പാർട്ടികൾ നയംമാറ്റം സ്വാഭാവികമാണ്. അത് വോട്ടിന് വേണ്ടി സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതികൾ സ്വീകരിക്കും. ഒരാശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച മതസംഘടനകൾ ആശയപരമായി നിലപാടിലൊക്കെ മാറ്റം വരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുന്നതിന് സമാനമാണ്. നിലപാട് മാറ്റങ്ങളുടെ, ആശയപരമായിട്ടുള്ള മാറ്റങ്ങളുടെ വലിയൊരു പരമ്പര അതിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത പാരമ്പര്യ ഇസ്ലാമിൻ്റെ ഒരു സംഘടിത രൂപമാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 926 തുടക്കം കുറിച്ച സംഗതിയല്ല. അത് ഇസ്ലാമിക വിശ്വാസ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ അതിൻ്റെ ഒരു പാരമ്പര്യ രീതി, അതിങ്ങനെ കൈമാറി വന്നിട്ടുള്ള പാരമ്പര്യ രീതി അനുസരിച്ചുകൊണ്ട് ഇവിടെ നിലനിന്നൊരു സംവിധാനമാണ്. അപ്പം ഇങ്ങനൊരു സംഘടന അതിൻ്റെ ആശയാദർശങ്ങളിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് എന്നാൽ ലോകത്ത് നടക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് പുതിയ തലമുറ അഭിസംബോധന ചെയ്ത് പുതിയ തലമുറകൾക്കിടയിൽ പ്രവർത്തിച്ച് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ ആകർഷിച്ച് അവരൊക്കെ ഇതിൻ്റെ കൂടെ നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജൈത്രയാത്ര തന്നെയാണ്. ഇതിഷ്ടപ്പെടാത്തവരും ഇതിനോട് അസൂയ വെക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ സമീപനങ്ങളെയും അതിലേതെങ്കിലും ഒരു ഭാഗത്തൊരു നെഗറ്റീവ് കണ്ട് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതാണ് ഈ സംഘടന എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കും, സ്വാഭാവികമാണ്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും അതിൻ്റെ ആശയക്കുഴപ്പത്തിൽ പെടുന്നുണ്ടാകും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ആണ് എല്ലാ ആളുകളുടെയും മനസ്സുകൾ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരിതെറ്റുകൾ വെരിഫൈ ചെയ്യാതെ തൊട്ടടുത്ത ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നൊരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊരു വിവേചന ബോധത്തോടു കൂടി അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാകും. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയമായിട്ടൊരു നയം പണ്ട് കാലം പോലെ പറഞ്ഞു വരുന്നൊരു സംഗതിയുണ്ട്. സമസ്ത രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാറേയില്ല. അത് സംഘടനാപരമായി രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുന്ന സംവിധാനമേ അല്ല. അതിൻ്റെ പ്രവർത്തന മേഖല മറ്റൊന്നാണ്.
പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വോട്ടവകാശമുള്ള ആളുകളാണ്. അവർക്ക് നമ്മുടെ ആശയത്തിന് വിരുദ്ധമല്ലാത്ത, മതത്തിന് വിരുദ്ധമല്ലാത്ത പാർട്ടികൾ പ്രവർത്തിക്കുകയോ വോട്ട് രേഖപ്പെടുത്തുകയോ വോട്ട് രേഖപ്പെടുത്താതിരിക്കുകയോ രീതിയിൽ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി. അതൊരു പുതിയ നയം ഒന്നുമല്ല, കാലങ്ങളായിട്ടുള്ള രീതികളാണ്. പിന്നെ മലബാറിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവർത്തകരും പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ കൂടുതലുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആഭിമുഖ്യം, ബന്ധമൊക്കെ മുസ്ലിം ലീഗുമായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു നയപരമായിട്ടുള്ള സമീപനമൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന ഒരു ബന്ധവും ആ സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് നിലനിൽക്കണം തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനൊക്കെ സമസ്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനൊക്കെയോ വിധേയപ്പെട്ട് നിന്നിട്ടേ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ സമസ്ത പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു രീതി, അതൊക്കെ ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും സമസ്തയുടെ ശൈലിയല്ല. സമസ്ത അതിനൊന്നും നിന്ന് കൊടുക്കുന്ന ഒരു സംഘടനയല്ല, നിന്ന് കൊടുക്കേണ്ട സംഘടനയല്ല. സമസ്തക്ക് അതിൻ്റെതായിട്ടുള്ള വിശ്വാസ്യതയും അംഗീകാരവും ഒക്കെ സമൂഹത്തിലുണ്ട്. ആ വിശ്വാസ്യതയുടെയും അംഗീകാരത്തിൻ്റെയും മുകളിലാണ് ഒരുപക്ഷെ മറ്റു പലർ പോലും വളർന്നു വന്നതും ഇത്തരമൊക്കെ സ്വാധീനം ഉണ്ടായിട്ടുള്ളതൊക്കെ. അപ്പോൾ സമസ്തക്ക് സമസ്തയുടേതായിട്ടുള്ള രീതിയുണ്ട്. പിന്നെ ഇത്തരം വിഷയങ്ങൾ സമസ്ത ഇടപെടുന്നതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിലെ വഖഫ് വിഷയം, വഖഫ് ഭേദ നിയമമല്ല, കേരളത്തിലെ വഖഫ് നിയമനമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് കൊണ്ടുവന്നൊരു വിഷയം സമസ്തയെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമായൊരു സംഭവം അതാണ്. സമസ്തയെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുർവ്യാഖ്യാനം സമസ്തയുടെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമാണ്. നമുക്കറിയാം, വഖഫ് ബോർഡിൽ ഏകദേശം 100-ലധികം വരുന്ന ജീവനക്കാരാണുള്ളത്. ആ ജീവനക്കാരെ നിയമിക്കുന്നത് വഖഫ് ബോർഡ് തന്നെയാണ്. ആ വഖഫ് ബോർഡിലെ ഉദ്യോഗാർത്ഥികളുടെ നിയമനം PSCക്ക് വിടണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. സമസ്ത ഒരു കാലത്തും ഇത്തരം ഒരു ചർച്ച തുടങ്ങുന്നത് മുതൽ ആ വിഷയം അവസാനിക്കുന്നവരെ ഈ PSCക്ക് വിടണമെന്ന ആ സമീപനത്തോട് യോജിച്ചിട്ടില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വമുള്ള ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ്. നേരെ ചൊവ്വേ ഇപ്പൊ സമസ്തയെ പോലുള്ള ഒരു സംഘടന ആവശ്യപ്പെടുകയാണെങ്കിൽ നേരെ ചൊവ്വേ പറയേണ്ടത് മുസ്ലിങ്ങളെ നിയമിക്കണം എന്ന് പോലുമല്ല, സുന്നികളെ നിയമിക്കണമെന്ന് പറയണം. സമസ്ത അതിൻ്റെ കൃത്യമായിട്ട് മെറിറ്റ് മനസ്സിലാക്കി പറയുകയാണെങ്കിൽ വഖഫ് നിയമനം നടത്തുന്ന സമയത്ത് മുസ്ലിങ്ങളെ മാത്രം നിയമിക്കണം എന്നല്ല പറയേണ്ടത്, സുന്നികളെ നിയമിക്കണം എന്ന് വരെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് സ്വത്തുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവിടുത്തെ ദർഗകൾ, മക്കാമുകൾ, വലിയ വലിയ നേർച്ചകളും, അതായത് സുന്നി ആചാരങ്ങൾ വ്യാപകമായി നടക്കുന്ന വഖഫ് പ്രോപ്പർട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഉദാഹരണം മമ്പുറം മക്കാം, അത് മമ്പുറം സയ്യിദ് അലവി കോയ തങ്ങളുടെ മക്കുബറയാണ്. അവിടെ മമ്പുറം ആണ്ട് നേർച്ച പടുത്ത് നടക്കാൻ പോകുന്നു. അവിടെ മമ്പുറം സലാത്ത് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാപ്പകൽ ഭേദമന്യേ 100 ആളുകൾ അവിടെ സിയാറത്തിന് വരുന്നു. അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു. പല ആചാരങ്ങളും, അതായത് 24 അവറും അവിടെ സുന്നി ആചാരപ്രകാരമാണ് ആ മക്കുബറ പരിപാലിക്കപ്പെട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു തർക്കം വന്നു. മമ്പുറം മക്കാമ് ഉദാഹരണത്തിന് വഖഫ് ബോർഡ് ഏറ്റെടുത്തു. വഖഫ് ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം വഖഫ് ബോർഡ് ചെയ്യുന്നത് അതിന് നടത്തിപ്പിന് റിസീവറെ നിയമിക്കലാണ്. അപ്പോൾ വഖഫ് ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ വഖഫ് ബോർഡ് ചുമതലപ്പെടുത്തപ്പെടുന്ന ഒരാളെ അതിൻ്റെ നടത്തിപ്പുകാരനായിട്ട് ഏൽപ്പിക്കും. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? അവിടെ മമ്പുറം സലാത്ത് കൃത്യമായിട്ട് നടത്തണം, മമ്പുറം ആണ്ട് നേർച്ച കൃത്യമായിട്ട് നടത്തണം, അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അഥവാ സുന്നി ആചാരം അനുസരിച്ച് അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ റസീവറുടെ ഉത്തരവാദിത്വം. അപ്പോൾ
സമസ്ത ശരിക്കും പറയേണ്ടത് അങ്ങനെയായിരുന്നു. സമസ്ത പറഞ്ഞ അതൊന്നുമല്ല. സമസ്ത പറഞ്ഞത് വഖഫ് നിയമനം PSCക്ക് വിടുകയല്ല വേണ്ടത്, അത് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ബോർഡ് തന്നെ പ്രത്യേകം തീരുമാനിക്കുന്ന റിക്രൂട്ട്മെന്റ് ബോർഡ് അവരാണ് നിയമനം നടത്തേണ്ടത്. അതായത് വഖഫ് പ്രോപ്പർട്ടി പരിപാലിക്കാനും സംരക്ഷിക്കാനും വാഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് അത് കൊണ്ടു നടക്കാനും പറ്റുന്ന ആളുകളെയാണ് നിയമിക്കേണ്ടത്. ഇതിൽ സമസ്ത ഒരു നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല, വളരെ സത്യസന്ധമായ സമീപനം സ്വീകരിച്ചത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ വിഷയമൊക്കെ നിയമസഭയിൽ ആദ്യം ചർച്ചയ്ക്ക് വന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ള ഒരു മുസ്ലിം MLA പോലും പറഞ്ഞത്, നിലവിലുള്ള കുറെ താൽക്കാലിക ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു, നിലവിലുള്ള താൽക്കാലിക ജീവനക്കാർക്ക് നിങ്ങൾ സ്ഥിര നിയമനം കൊടുക്കണം, ഇനി പുതിയൊരു വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ PSCക്ക് വിടാമെന്നാണ് അന്ന് പറഞ്ഞത്. നിലവിലുള്ള കുറച്ച് താൽക്കാലിക ജീവനക്കാരുണ്ട്, അവർക്ക് സ്ഥിര നിയമനം കൊടുക്കണം, പിന്നീട് അവിടെ ഒഴിവ് വരുന്ന സമയത്ത് ബാക്കി നിങ്ങൾ PSCക്ക് വിട്ടോ എന്നാണ് പറഞ്ഞിരുന്നത്. സമസ്ത അതുപോലും പറഞ്ഞിട്ടില്ല. സമസ്ത അത് PSCക്ക് വിടാനേ പാടില്ല എന്ന സമീപനമായിരുന്നു. അത് സംബന്ധമായ ചർച്ചകളും മറ്റൊക്കെ വന്നു, മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേരുന്നു, അത് സംബന്ധമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ആരംഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ ആ യോഗങ്ങളിലൊക്കെ സമസ്ത സഹകരിച്ചതാണ്. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഇത് പള്ളിയിൽ പറയണം, ഇത് സംബന്ധമായ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് അത് പള്ളിയിൽ ജുമാക്ക് മുമ്പോ ശേഷമൊക്കെ പ്രസംഗം നടക്കാറുണ്ടല്ലോ, ആ പ്രസംഗത്തിൽ ഇത് സംബന്ധമായിട്ട് വിശദീകരണം നടത്തണം, ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് പള്ളിയിൽ സംസാരിക്കണം എന്ന് ഈ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ യോഗം ചേർന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഈ ആഹ്വാനം ചെയ്തത് ഇങ്ങനെ പള്ളികളിൽ ഇത്തരം പ്രൊട്ടസ്റ്റും കാര്യങ്ങളും പറയണമെന്ന് ആഹ്വാനം ചെയ്യാൻ പറ്റാവുന്ന ഒരു കാലിയോ അല്ലെങ്കിൽ അത്തരം പദവികളിൽ ഇരിക്കുന്ന ആളുകളല്ല അത് പറഞ്ഞത്. അത് സാധാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാരവാഹികളാണ് ഇത് പള്ളിയിൽ പ്രതിഷേധിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗവൺമെന്റിനെതിരെ ഇന്ന് പള്ളിയിൽ ഒരു പ്രതിഷേധ പ്രസംഗമോ മറ്റോ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ആ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിഷേധിക്കും. ഏതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് പള്ളികളുണ്ട് വിചാരിക്കുക, ഒരു 10 പള്ളിയിലെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. പള്ളിയിൽ ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ അടിപിടിയും ബഹളം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? അവിടെ സംഘർഷം ഉണ്ടാവും, പള്ളി പൂട്ടും, പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, ഈ പ്രൊട്ടസ്റ്റിൽ ഒരു വിട്ടുവീഴ്ചയില്ല, പള്ളിയിൽ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഇപ്പോൾ നടത്തണ്ട, പുറത്തെല്ലാ പ്രൊട്ടസ്റ്റും പ്രതിഷേധവും എല്ലാം നടത്താം, പള്ളിയിൽ ഇത് നടത്തേണ്ടതില്ല. അത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി എന്നോട് വിളിച്ചിരുന്നു, നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാന്യതയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി നേരിട്ട് സമസ്ത പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ജിഫ്രി തങ്ങൾ പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി എന്നെ വിളിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, തൽക്കാല പ്രൊട്ടസ്റ്റൊക്കെ നമുക്ക് നിർത്തിവെക്കാം എന്നാണ് പറയേണ്ടിയിരുന്നത്. തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു, ആ വിഷയം ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ തൽക്കാലം നമ്മൾ പറയേണ്ടതില്ല, അതൊരു പുതിയ പ്രശ്നത്തിലേക്ക് നീങ്ങണ്ട, എന്നാൽ പുറത്ത് നടക്കുന്ന സമര പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻറ്റിനോടുള്ള ഒരു അനുകൂല സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പല ആളുകളും ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം, അതൊരു സംഘർഷത്തിലൂടെ ആവണമെന്ന് സമസ്തക്ക് താല്പര്യമില്ല. പരമാവധി സംഘർഷങ്ങളും ബഹളങ്ങളൊന്നും ഇല്ലാതെ, വിവാദങ്ങളില്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. സമസ്തയെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നു, സമസ്തയെ മാത്രം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നു ചില ആളുകൾ ചോദിക്കും. നമ്മളിവിടുത്തെ മൊത്തം വഖഫ് പ്രോപ്പർട്ടി എത്ര ശതമാനമാണ് സമസ്തയുടെ കാർമ്മിത്വത്തിലുള്ളത് മറ്റുള്ള സംഘടന നോക്കിയാൽ അറിയാം. ജമാഅത്ത് മുജാഹിദ് സംഘടനകൾക്ക് എത്ര വഖഫ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പം അതൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും
ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത് സമസ്തയോ അതിൻ്റെ അനുബന്ധ സംഘടനയോ സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും സമസ്തയെ ചർച്ചയ്ക്ക് വിളിച്ചു, നിങ്ങൾ ആശങ്ക പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള ഓർഡിനൻസ് അതേ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച് പിൻവലിച്ചു. പിന്നെ അതിന് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും പറയാം, എല്ലാവർക്കും അവകാശപ്പെടാം. നമ്മൾ അതിൻ്റെ അവകാശങ്ങളൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ ആ രീതി തന്നെ പോകട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. സമസ്തയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് നേടിയെടുത്തത്, നമ്മളും അവകാശപ്പെടുന്നില്ല. സംഘം നേടിയെടുക്കാൻ സാധിച്ചല്ലോ, നമുക്കും ചെറിയൊരു കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി നമ്മളെ കൊണ്ടാണ് അത് നേടിയെടുത്ത് നാളെ എവിടെയും പറഞ്ഞിട്ട് വോട്ട് പിടിക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്കതുകൊണ്ട് അത് നമ്മുടെ നേട്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല. അതൊന്നും നമ്മുടെ ഭാഗമല്ല. വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് സമസ്ത ഈ വിഷയത്തിലെടുത്ത സമീപനം, അത് മാത്രമാണ്. പക്ഷേ അതിനെ ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അവിഹിതമായ ബന്ധത്തിൻ്റെ ഒക്കെ പേരിൽ വലിയ തോതിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ വളരെ മോശക്കാരെ ചിത്രീകരിക്കുന്നു. അതൊക്കെ മറ്റു പല താല്പര്യങ്ങളാകാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച സംഘടനയുടെ അതിൻ്റെ ആശയങ്ങളും നയ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒന്നൊരു ഗവൺമെൻറ്റുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തിൻ്റെ മറ്റേ പേരിലല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡിനൻസ് പിൻവലിച്ചു. ഓർഡിനൻസ് പിൻവലിച്ച സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായിട്ട് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇനി പ്രൊട്ടസ്റ്റ് നടത്തരുത്, ഞങ്ങൾക്കെതിരെ ഇനി പ്രസ്താവന നടത്താൻ പാടില്ല. ഇങ്ങനെ വല്ല വ്യവസ്ഥകളുണ്ടോ? ഒന്നുമില്ലല്ലോ. അതിനുശേഷം ഈ ഗവൺമെൻറ്റിനെതിരെ എന്തെല്ലാം പ്രൊട്ടസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ എല്ലാ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതാണ് നമ്മുടെ സുപ്രഭാതം പത്രം. ആ സുപ്രഭാതം പത്രത്തിൽ ഗവൺമെൻറ്റിനെതിരെ വരുന്ന എഡിറ്റോറിയലുകൾ മാസത്തിൽ 2-3 തവണ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ചർച്ചയാവാറുണ്ട്. അപ്പം ഇതൊന്നും എന്തെങ്കിലും അങ്ങോട്ട് ഒരു ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ധാരണകളല്ല. വളരെ ഓപ്പണാണ് സമസ്തയുടെ കാര്യങ്ങൾ. സമസ്തയുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ വെക്കുന്നു. അത് ചിലത് നേടിയെടുക്കാൻ സാധിക്കുന്നു, ചിലത് അതേപോലെ കടക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യവും. അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സംഘടനയുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു പ്രതിപക്ഷ പാർട്ടി പറയുന്നത് പോലെ ആ ഭാഷയിൽ ഗവൺമെൻറ്റിനോട് സംസാരിക്കാൻ സമസ്ത തയ്യാറാവില്ല. ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്ന് വിചാരിച്ച് ഭരണകൂടം എന്ത് ചെയ്താലും അതിന് ന്യായീകരിക്കുന്ന സമീപനം സമസ്ത സ്വീകരിക്കാറില്ല. സമസ്ത വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് സമസ്ത അതിൻ്റെ പോഷക ഘടകങ്ങൾ ഇടപെടേണ്ട വിഷയമാണോ അതിലിടപെടാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അത് സമൂഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സമസ്ത 100ൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിൽക്കാലത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമസ്തയുടെ വളർച്ച വളരെ ദൂരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ കീഴിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഏറെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സ്ത്രീ വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ദർസ് അറബിക് കോളേജ് മേഖലകളിൽ ഇത്രത്തോളം ഒരു വിപുലമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള രീതിയിലുള്ളൊരു സംവിധാനങ്ങൾ സമസ്തയോട് കിടപിടിക്കാൻ മറ്റൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. എന്താണ് സമസ്തയുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചകളെക്കുറിച്ചിട്ടുള്ള? നമുക്ക് ഏറ്റവും കൂടുതൽ സമൂഹത്തോട് പറയാനുള്ളതും സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ളതും വിദ്യാഭ്യാസ രംഗത്ത് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. കാരണം സമസ്തക്ക് നേരത്തെ പറഞ്ഞ പോലെ 1951 തന്നെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ആ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഇന്ന് സമസ്തയുടെ 100ാം വാർഷികത്തിലെത്തുമ്പോൾ പ്രീ സ്കൂൾ മുതൽ ഡിഗ്രി PG ലെവലിൽ എത്തി നിൽക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കാവുന്ന ധാരാളം സ്ഥാപനങ്ങൾ, അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പുതിയ കാലത്തെ പുതിയ വിദ്യാഭ്യാസ രീതികൾ സാധ്യതകളൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള നിരവധി സ്ട്രീമുകളാണ് നമ്മുടെ സംഘടന ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രീ സ്കൂളുകൾ, അൽബിർ പ്രീ സ്കൂളുണ്ട്, അസ്മിയുടെ പ്രീ സ്കൂളുണ്ട്, SKSFിൻ്റെ ട്രെൻഡിൻ്റെ പ്രീ സ്കൂളുണ്ട്. 3 തരം പ്രീ സ്കൂളുകൾ തന്നെ സമസ്തയുടെ കീഴിലുണ്ട്.
അത് 3 പ്രീ സ്കൂളുകളും 3 തരത്തിലുള്ള സ്ട്രീമുകളാണ്. സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ലെവലുള്ള ആളുകൾക്ക് പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ മക്കൾക്ക്, അവരുടെ കുട്ടികൾക്ക് വന്നിരിക്കാനും പഠിക്കാനും അവർ വളർന്നു വന്ന ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള ക്ലാസ് റൂമുകൾ സംവിധാനിച്ചിട്ടുള്ള സംവിധാനമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അത്തരം പ്രീ സ്കൂളുകൾ വന്നു കഴിഞ്ഞു. പിന്നെ മദ്രസ സംവിധാനം. ഈ മദ്രസ സംവിധാനം നമ്മളിപ്പോൾ ദുബൈയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ UAE മാത്രം 21 മദ്രസകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള 21 മദ്രസകൾ UAE മാത്രമുണ്ട്. GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും ധാരാളം മദ്രസകൾ. ഏകദേശം ഈ 21 മദ്രസകളിൽ തന്നെ 8000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിൽ മലേഷ്യ, സിംഗപ്പൂർ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഒക്കെ ഇതേപോലുള്ള ഫിസിക്കൽ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ അറബിക് കോളേജുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്നതിന് പുറമെ അനുബന്ധ സംവിധാനങ്ങൾ, സമസ്തയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി അറബിക് കോളേജുകൾ, അതിൻ്റെ കുട്ടികളുടെ എണ്ണവും അധ്യാപകരുടെ എണ്ണവും സ്ഥാപന എണ്ണവും പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് സ്ഥാപനങ്ങളാണ്. അതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എല്ലാം നടക്കുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ SNEC, ഈ 100ാം വാർഷികത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. SNEC തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമേ ആയുള്ളൂ. 40-ലധികം സ്ഥാപനങ്ങൾ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 40ആയി ചുരുങ്ങാനുള്ളൊരു കാരണമുണ്ട്. 40ആയി വർദ്ധിക്കാനല്ല, 40ആയി ചുരുങ്ങാനുള്ള കാരണം അതിൻ്റെ സ്ട്രീമുകൾ അനുസരിച്ചുകൊണ്ട് ഓരോ ജില്ലയിലും ഇത്ര സ്ഥാപനങ്ങളെ അനുവദിക്കൂ എന്ന് അതിൻ്റെ അക്കാദമിക് കൗൺസിൽ തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ സ്ഥാപനങ്ങൾ എണ്ണം വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ഉള്ള സ്ഥാപനങ്ങൾ ഓരോ പ്രദേശങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ആ സ്ട്രീം അവിടെ ഭംഗിയായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. 2 വർഷം കൊണ്ട് 40-ലധികം SNEC സ്ഥാപനങ്ങൾ വന്നു. 1000-കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനൊക്കെയാണ് ഒരു വലിയ അത്ഭുതം. ഇന്നിപ്പോൾ ഒരു IT യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയെക്കുറിച്ചും അതിൻ്റെ പണ്ഡിതന്മാരെക്കുറിച്ചും അതിൻ്റെ നേതാക്കളെക്കുറിച്ചുമൊക്കെ ലോകം തിരിയാത്തവർ, ഈ കാലത്തിനനുസരിച്ച് മാറാത്തവർ എന്നൊക്കെ വലിയ ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സമസ്തയുടെ ഈ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആരംഭിച്ച മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സമസ്തയുടെ ലേണിംഗ് മദ്രസ. ഇന്ന് 31 രാജ്യങ്ങളിലാണ് സമസ്തയുടെ ലേണിംഗ് മദ്രസ പ്രവർത്തിക്കുന്നത്. 31 രാജ്യങ്ങളിൽ. അതെന്തായാലും ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലാണ് ആവട്ടെ, മറ്റുള്ള സ്ഥലങ്ങളിലാവട്ടെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാധാരണ മദ്രസകൾ പ്രവർത്തിക്കുന്നിടത്ത് ലേണിംഗ് മദ്രസക്ക് അംഗീകാരം കൊടുക്കില്ല. അത്തരം സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലാണ് ലേണിംഗ് മദ്രസകൾ. ഈ ലേണിംഗ് മദ്രസയിൽ ഓരോ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളുടെ അവരുടെ തദ്ദേശീയമായ ഭാഷയിലാണ് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സമസ്തയുടെ ആസ്ഥാനത്ത് ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോ പോയി നോക്കിയാൽ അറിയാം. അതാത് രാജ്യങ്ങളിലെ സമയമനുസരിച്ചാണ് അതിൻ്റെ ഷെഡ്യൂൾ. എത്രയോ അധ്യാപകർ രാത്രി സമയത്തും പകൽ സമയത്തും, കാരണം അവർ ക്ലാസ് എടുക്കുന്ന അതാത് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ സമയം അനുസരിച്ച് ക്ലാസ്, 1000-കണക്കിന് വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ലേണിംഗ് മദ്രസ ഇന്ന് മതവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് മതപഠനം നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം സമസ്ത ആവിഷ്കരിച്ചു. പിന്നെ സമസ്തയെക്കുറിച്ചുള്ള വലിയൊരു ആക്ഷേപം സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാന്നുള്ളതാണ്. ഇന്ന് വേണമെങ്കിൽ കേരളത്തിൽ ഓരോ മതസംഘടനകളും മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ട് വലിച്ചവർ എന്നാണല്ലോ സമസ്തയെക്കുറിച്ചുള്ള ആക്ഷേപം. ഈ ആക്ഷേപിക്കുന്ന ആളുകളുടെ ഉൾപ്പെടെ നടത്തുന്ന കേരളത്തിലെ മൊത്തം മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം, സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, നിഷ്പക്ഷമായ ഒരാൾക്ക് അതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ SNECയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ തന്നെ
വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള ഫദീല സ്ഥാപനങ്ങൾ, അതിന് പുറമെയുള്ള സമസ്തയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ നടത്തുന്ന വനിതാ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സ്ഥാപനങ്ങളുടെ എണ്ണവും ഈ സ്ഥാപനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ എണ്ണവും പരിശോധിച്ചാൽ അതിൻ്റെ 4 അയലത്ത് പോലും ഈ മറ്റു മതസംഘടന നടത്തുന്ന വനിതാ വിദ്യാഭ്യാസ സ്ഥാപനം എത്തില്ല. അത്രയും വലിയ ഒരെണ്ണമാണ്, അത്രയും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഈ സംഘടന വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭൗതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതൊക്കെ അനാവശ്യമായ കുറേ പ്രചാരണങ്ങൾ നടത്തിയിട്ട് സമസ്തയെ ചെറുതാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയോളം നിരന്തരമായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ നേരിൽ കണ്ട് അതിലെ നല്ല വശങ്ങളെ ഏറ്റെടുത്ത് അതിനൊക്കെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറി. പ്രീ സ്കൂൾ മുതൽ സിവിൽ സർവീസ് വരെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ ബിരുദാനന്തര ബിരുദം തലത്തിലേക്ക് വരെ മതവിദ്യാഭ്യാസ രംഗത്തൊക്കെ പഠിപ്പിക്കാൻ സംവിധാനമുള്ള ധാരാളം സംവിധാനങ്ങളായിട്ടാണ് ഈ 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് സമസ്തയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 വർഷക്കാലം എന്താണ് സമസ്ത ചെയ്തത് എന്ന ഒറ്റ ചോദ്യത്തിന് ഉത്തരം വിദ്യാസമ്പന്നനായ, മതാചാരത്തിൻ്റെ അതിൻ്റെ അനുഷ്ഠാനങ്ങളുടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു മോഡൽ മുസ്ലിമിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ പ്രസ്ഥാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന് ഗുണഫലങ്ങൾ സമസ്തയുടെ സാന്നിധ്യമുള്ള എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ആ സംവിധാനങ്ങളും സൗകര്യങ്ങളും സമുദായം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സമുദായത്തിന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സമസ്ത ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സമുദായത്തിലെ പുതിയ തലമുറ അതിനെ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് GCC പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മളെ പ്രവർത്തകർ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ബഹ്റൈനിൽ പോയ സാഹചര്യത്തിലൊക്കെ അവിടെയുള്ള പ്രവർത്തകരൊക്കെ ആവേശം ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ ദുബൈയിലെ, അതുപോലെ തന്നെ UAE വ്യത്യസ്ത എമിറേറ്റ്സുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ നിരന്തരം മറ്റു വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ വിവിധ പരിപാടികളായിട്ട് പോകുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം ഇത്തരം വിദേശ രാഷ്ട്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തനങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ പോഷക ഘടകങ്ങളുടെയൊക്കെ വളർച്ചയും എത്രത്തോളം ഉണ്ട്? കേരളത്തിലെ പറഞ്ഞു അല്ല, പുറത്ത് കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന് നമ്മൾ അറിയേണ്ടത്, വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സംഘടനാ പ്രവർത്തകരും സമസ്തയുടെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന ആളുകളാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും സംഘടനയോടൊരു വലിയ പ്രതിബദ്ധതയുണ്ടാകും. ഇപ്പം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ആളുകൾ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച് അവിടുന്ന് ബിരുദം നേടി കടന്നു വരുന്ന ആളുകളാണ്. അപ്പോൾ ആ സംഘടനാ പ്രതിബദ്ധത സ്വാഭാവികമായിട്ടും അവർ ഇവിടെ വന്നാലും ഉപയോഗപ്പെടുന്നുണ്ട്. അവരിൽ തന്നെ പലരും ചിന്തിക്കുന്നുണ്ടാവും, സംഘടനയാണ്, ഞാൻ പഠിച്ച സ്ഥാപനമാണ്, എന്നെ പഠിപ്പിച്ച ഉസ്താദാണ് എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല ജോലി കിട്ടി, സാമ്പത്തികമായ സൗകര്യങ്ങളുണ്ടായി, ഇനി ഞാനത് എൻ്റെ സംഘടനയ്ക്ക്, എൻ്റെ സമുദായത്തിന് തിരിച്ചു കൊടുക്കണം എന്നൊരു നല്ല മനസ്സ് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള സംഘടനാ പ്രവർത്തകർ കാണിക്കുന്ന ഈ ആവേശം, അവർക്കൊരുപാട് പരിമിതികളുണ്ട്. നിയമപരമായ പരിമിതികളുണ്ട്, സമയത്തിൻ്റെ പരിമിതികളുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട പല പരിമിതികളുണ്ട്. എങ്കിൽ പോലും ആ ഒഴിവ് സമയത്തിൻ്റെ ഒരു വിഹിതം സംഘടനയ്ക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന അതിൻ്റെ ഗുണഫലമാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല സ്ഥാപനങ്ങളുടെയും മറ്റുമൊക്കെ വളർച്ച. പഴയ കാലത്തൊക്കെ നമുക്ക് ഗൾഫിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ ഗൾഫിലൊക്കെയുള്ള നമ്മുടെ പ്രവർത്തകരും മറ്റൊക്കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
നാട്ടിലും ഇത്തരം ബിസിനസ് മേഖലകളിലും മറ്റു വളർന്നു വരുന്ന നമ്മുടെ സംഘടനയുടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ സംഘടന ഈ പറയുന്ന രീതിയിലുള്ള വലിയ തെറ്റിദ്ധരിപ്പിക്കലുകളും ദുഷ്പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴും സംഘടനയുടെ ഒരു ആവശ്യം സമൂഹത്തോട് പറഞ്ഞാൽ അതിപ്പോഴും സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ SKSFന്റെ ജാരിയ പദ്ധതി, അത് അതിൻ്റെ അണിയറയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സംഘാടകരായ ഭാരവാഹികൾ പോലും സത്യം പറഞ്ഞാൽ ഇത്തരമൊരു ഫണ്ട് പ്രതീക്ഷിച്ചതല്ല, ഇത്ര വലിയ തുക പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ജാരിയെക്കുറിച്ച് ചർച്ച ചെയ്യണ സമയത്ത് പോലും നമുക്ക് സംഘടനയുടെ ധാരാളം പ്രൊജക്റ്റുകളുണ്ട്, ആ പ്രൊജക്റ്റുകളൊക്കെ നടപ്പാക്കണം, അതിന് ഒരുപാട് ഫണ്ട് വേണം. അതിന് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകരും നാട്ടിലുള്ള സംഘടനാ ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് കളക്ഷൻ നടത്തിയാൽ തന്നെ എത്രത്തോളം ഈ പ്രോജക്റ്റുകൾ വിജയിപ്പിക്കാൻ കഴിയുന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രൗഡ് ഫണ്ടിങ് നമുക്കും ആവാനുമല്ലോ എന്നൊരു ചിന്ത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ദുരന്തത്തിൻ്റെ പേരിലല്ല ഈ ഫണ്ട് കളക്ഷൻ നടത്തിയത്. ദുരന്തമാണെങ്കിൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ പെട്ടെന്ന് കളക്ഷൻ നടക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വൈകാരികമായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ആ വൈകാരികമായ ആവേശത്തിൽ നടത്തിയ ഒരു ക്രൗഡ് ഫണ്ടിങ് അല്ല. വളരെ ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി അത്തരം ചില പദ്ധതികൾ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വന്നപ്പോഴാണ് ജാരിയ 10 കോടിയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ എവിടെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ക്രൗഡ് ഫണ്ടിങ് നടത്തി 10 കോടി രൂപ സ്വരൂപിച്ചത്? അതിൻ്റെ അർത്ഥം ഈ സംഘടനയെ എന്തൊക്കെ ദുഷ്പ്രചരണം നടത്തി തളർത്താൻ ശ്രമിച്ചാലും ജനങ്ങൾക്കിപ്പോഴും ഈ സംഘടനയിൽ വിശ്വാസമുണ്ട്. ഇത്തരം പദ്ധതികൾ ഭംഗിയായി നടത്താൻ ശേഷിയുള്ളവർ ഈ സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന ബോധം ജനങ്ങളിൽ ഇപ്പോഴും വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് SKSFന്റെ ജാരിയ ഫണ്ട് കളക്ഷൻ്റെ വിജയം. രാഷ്ട്രീയമായിട്ട് നമ്മൾ സമകാലിക വിഷയങ്ങൾ ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമസ്ത ലീഗ് തമ്മിലുള്ള ബന്ധം നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും പല വേദികളിലും സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം സമസ്തയിലെ ഒരുപാട് ആളുകൾ ലീഗ് അനുകൂല നിലപാടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ പൊതുവെ പൊതുമാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണാറുണ്ട്. സമസ്ത ലീഗ് ആ ഒരു ബന്ധം അത് നിലനിന്ന് പോകണം എന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കും അതിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കൊക്കെ താല്പര്യമുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സമസ്ത ലീഗ് ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ മറ്റു പല കോക്കസുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ സംസാരം ഉയർന്നു വരുന്നുണ്ട്. അത്തരം വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം വളരെ അഭേദ്യമായ ബന്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന സമസ്തയുടെ പ്രവർത്തകരും രാഷ്ട്രീയമായിട്ട് അവർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അനുഭാവികളുമാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിൽ മഹാഭൂരിഭാഗവും മതരംഗത്ത് അവർ സമസ്തയെ അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അതിൻ്റെ ആശയങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേക ബന്ധം ഈ രണ്ട് സംഘടനകൾ തമ്മിലുണ്ട്. പക്ഷേ അത് ഈ രണ്ട് സംഘടനകളുടെയും നയപരമായ നിലപാടുകളെ ബാധിക്കുന്നതല്ല. ഉദാഹരണം, മുസ്ലിം ലീഗിൽ സമസ്തയുടെ ബദ്ധവൈരികളും ശത്രുക്കളുമായിട്ടുള്ള ബിദഴി ആശയക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്തക്കതിൽ യാതൊരു വിയോജിപ്പുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അത് അതിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് പോകും. സമസ്തയിൽ എല്ലാവരും മുസ്ലിം ലീഗുകാരല്ല. മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനും പരാതിയോ പരിഭവമോ നമ്മളാരും കേട്ടിട്ടില്ല. അപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഇങ്ങനൊരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സമസ്തക്ക് അതിൻ്റെ നയപരമായ
നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തടസ്സമല്ല. മുസ്ലിം ലീഗ് അതിൻ്റെ നയപരമായ കാര്യങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ അത് സമസ്തക്കും തടസ്സമല്ല. ഇതാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ റൂട്ട് അതാണ്. പക്ഷേ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ഗുണഫലങ്ങളുണ്ട്. ഈ ഗുണഫലങ്ങൾ പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്, പല ആളുകൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ രണ്ട് ടീം ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുഖ്യധാരയിലേക്ക് ഒരു കാലത്തും കയറി വരാൻ കഴിയില്ല എന്ന പ്രയാസവും മനോവിഷമവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പല ചെറിയ ചെറിയ സംഘടനകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊരു വിള്ളൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് തിരിച്ചറിയേണ്ടത്. നമുക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കും. ആ പഴുതിലൂടെ മറ്റുള്ള ആളുകൾക്ക് അവിടെ ചില ദുഷ്ടലാക്കോടുകൂടി കയറി വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. നമ്മളത് തിരിച്ചറിയാതെ നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തെറ്റിദ്ധാരണകളെയോ കുപ്രചരണങ്ങളെയോ അതാണ് ശരി എന്ന് നമ്മൾ ധരിച്ചു പോയാൽ വലിയ അബദ്ധത്തിലേക്കാണ് പോവുക. അപ്പൊ ഈ രീതിയിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളും പ്രവർത്തകരും തിരിച്ചറിഞ്ഞ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിനെന്താണ് തടസ്സം? തുറന്ന മനസ്സോടെ ചിന്തിക്കാനും വിലയിരുത്താനും തയ്യാറായാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് മാത്രമല്ല, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭാവി, സമൃദ്ധമായ ഭാവി തീർച്ചയായിട്ടും നമ്മുടെ സമുദായത്തിന് പ്രതീക്ഷിക്കാം. നമ്മുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. AI സാങ്കേതിക വിദ്യ സമൂഹത്തിൽ ഓരോ വ്യക്തിയെയും പ്രത്യേകം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെ മതസംഘടന എന്നല്ല, കേരളത്തിലെ വിവിധ സംഘടനകളൊക്കെ അതിനനുസരിച്ച് മാറേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം പുതിയ ജനറേഷന് ആ ജനറേഷൻ്റെ അതേ ലെവലിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോ സംഘടനക്കാരും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മതനിരാസത്തിലും അങ്ങനെ തുടങ്ങി ഇന്നത്തെ ന്യൂ ജനറേഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിയിലേക്ക് ഒരു താല്പര്യവും കാണിക്കാതെ അവരുടേതായ ഒരു ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ സംഘടനകൾക്കൊക്കെ ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും? ഇത് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ചിന്തിക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. സംഘടനകൾ മാത്രമല്ല, രക്ഷിതാക്കളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അധ്യാപകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്, സമൂഹത്തിൽ ഇടപെടുന്ന ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒന്ന്, അധ്യാപകനേക്കാൾ അറിവുണ്ടെന്ന് കുട്ടികൾക്ക്. ഒരുപക്ഷെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലുള്ള കാര്യം അധ്യാപകനായിരിക്കും കൂടുതൽ അറിവുണ്ടാവുക, പക്ഷെ അതിനേക്കാൾ അപ്പുറം ചിന്തിക്കുന്നവനാണ് കുട്ടികൾ. അതേപോലെ മാതാപിതാക്കളെക്കാൾ അറിവുള്ളവരാണ് കുട്ടികൾ. സംഘടനാ നേതാക്കളെക്കാൾ അറിവുള്ളവരാണ് സാധാരണ സംഘടനാ പ്രവർത്തകർ. അങ്ങനെയുള്ള ഒരു ജനറേഷനെയാണ് ഇന്ന് പുതിയ സമൂഹം അഭിമുഖീകരിക്കുന്നത്. അപ്പം അതിന് സാധാരണ പറയാറുണ്ട്, ഒരു നേതാവ് അനുയായിയുടെ അടുത്തേക്ക് താഴ്ന്നു ചെല്ലണം എന്നൊക്കെ. ഇന്നത്തെ രീതി അനുസരിച്ച് അനുയായികൾ വിദ്യാസമ്പന്നരാണ്, പുതിയ തലമുറ നല്ല അറിവുള്ളവരാണ്, നല്ല കാഴ്ചപ്പാടുള്ളവരാണ്, വലിയ ബുദ്ധിമാന്മാരാണ്. പുതിയ ലോകത്തെ മാറ്റങ്ങളൊക്കെ നിരന്തരം അവർ വീക്ഷിക്കുന്നവരും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത ആളുകളാണ്. സ്വാഭാവികമായിട്ടും അധ്യാപകനാണെങ്കിലും രക്ഷിതാവാണെങ്കിലും സംഘടനാ ലീഡർഷിപ്പിലുള്ള ആളാണെങ്കിലും പുതിയ ജനറേഷൻ്റെ അടുത്തേക്ക് ഉയർന്നു ചെല്ലണം. ആ രീതിയിലാണെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന് നമ്മുടെ ഒരു സ്ട്രാറ്റജി എല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായിട്ടുണ്ട്.
സാധാരണ സംഘടനാ പ്രവർത്തനമാണെങ്കിലും കുടുംബാന്തരീക്ഷമാണെങ്കിലും ക്ലാസ് റൂമുകളാണെങ്കിലൊക്കെ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സമയമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലാസ് റൂമുകളിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ക്ലാസ് റൂമുകളിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി, സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. നമ്മൾ കോവിഡിന് ശേഷം പൊതുവെ ഈ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ കൂടുതൽ അതുമായിട്ടൊക്കെ ഒരു സൗഹൃദം വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇതിനേക്കാൾ അപ്പുറം ഒരു സ്വതന്ത്ര ചിന്ത ഈ കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ഒരു സ്വയം പര്യാപ്തനാവുക. സ്വയം പര്യാപ്തനായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാതാപിതാക്കളോ കുടുംബമോ സമുദായമോ സമൂഹമോ ഒന്നും പ്രശ്നമല്ല. കാരണം ഞാൻ സ്വയം പര്യാപ്തനാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് ഏത് വഴിയും സ്വീകരിക്കും. ഇപ്പം ലഹരിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര വ്യാപകമാകാൻ കാരണം ലഹരി ഉപയോഗിക്കുന്നവരെക്കാൾ ഒരുപക്ഷെ എണ്ണം കൂടുതൽ ലഹരി വിപണനം നടത്തുന്നവരായിരിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെക്കാൾ എണ്ണ കൂടുതൽ ലഹരി വിപണനം നടത്തുന്നവരായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് വലിയ ഒരു വരുമാന മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നുള്ളതാണ്. പെട്ടെന്ന് കാശുണ്ടാക്കണം. ഇവർ 5 വർഷത്തെ കോഴ്സിന് ചേർന്നാൽ ആ കുട്ടി ആലോചിക്കുന്നത് ഞാനിത് 5 വർഷം ഈ കോഴ്സ് പഠിച്ച് പൂർത്തിയായതിന് ശേഷം പിന്നെ എൻ്റെ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇങ്ങനെ കൂടുതൽ പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത്തരത്തിലുള്ള ചില ബിസിനസ്സിൽ ഏർപ്പെട്ടാൽ വളരെ പെട്ടെന്ന് പണക്കാരനാവാം. പുതിയ തലമുറ അങ്ങനെ ചിന്തിക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാവണം, പെട്ടെന്ന് സ്വയം പര്യാപ്തനാവണം, എനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയണം. ഇങ്ങനെ ഒരു സ്വയം പര്യാപ്തനായിക്കഴിഞ്ഞാൽ പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മതമോ അവൻ്റെ വിശ്വാസമോ അവൻ്റെ ആചാരമോ അവൻ്റെ മാതാപിതാക്കളോ അവൻ്റെ കുടുംബ പശ്ചാത്തലമൊന്നുമല്ല. അപ്പോൾ ആ ഒരു വല്ലാത്ത ലോകത്തേക്ക് അവർ മാറിപ്പോവാണ്. അപൂർവം ആളുകളെയാണ് വിശ്വാസവും ദീനീ ചിന്തകളൊക്കെ സ്വാധീനിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധത്തോടു കൂടി അവരെക്കറിയാവുന്ന അവർക്ക് ഉൾക്കൊള്ളാവുന്ന ഭാഷയിലും ശൈലിയിലും അവരോട് സംസാരിക്കാനും ഇടപെടാനും അവരെ ലെവലിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സംഘടനകൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകളെല്ലാം നേരിടുന്ന പൊതുപ്രവർത്തന രംഗത്തൊക്കെ നേരിടുന്ന പ്രശ്നമാണിത്. രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ മതസംഘടനാ രംഗത്തൊക്കെ അപൂർവം ആളുകൾ ആത്മാർത്ഥമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടും ഉണ്ടാവും. ബാക്കിയൊക്കെ ഒരു ബഹളമയത്തിൻ്റെ ആളുകളായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് വേടൻ്റെ വരികളിൽ വലിയ ആശയമുണ്ടെന്നുള്ളത് ശരിയാണ്, വലിയ ആശയങ്ങളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് വേടൻ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരന് ഒരു ചെറുപ്പക്കാരന് 10,000 ആകർഷിക്കാൻ സാധിച്ചത് എന്താണ്? ഈ 10,000 ആകർഷിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത ശബ്ദത്തിൻ്റെയും മറ്റൊന്നും ഭംഗികൊണ്ടൊന്നുമല്ല. വേടൻ്റെ വരികളിൽ വലിയ വലിയ ആശയങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ആശയങ്ങൾ ഒരു കലഹത്തിൻ്റെ ആശയങ്ങളാണ്. ആ കലഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അത് വേറെ ചർച്ചയാണ്. നിലവിലുള്ള വ്യവസ്ഥിതിയോടുള്ള ചില വെല്ലുവിളികളാണ്. നിലവിൽ ഇവിടെയുള്ള ഈ വ്യവസ്ഥാപിതമായിട്ട് പല സംവിധാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അത് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നുള്ളതാണ്. ഇന്നത്തെ നിലവിലുള്ള സംവിധാനങ്ങളോട് കലഹിക്കാൻ പുതിയ തലമുറ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ കലഹിക്കാൻ താല്പര്യപ്പെടുന്ന പുതിയ തലമുറയുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അത് അപകടം ചെയ്യും. വേടൻ അപകടകാരിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ വേടനെപ്പോലെയുള്ള പുതിയ സാഹചര്യങ്ങളെയും ഈ വ്യവസ്ഥയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, അതിനോട് കലഹിക്കുന്ന ചിന്തകളെ വളരെ പെട്ടെന്ന് കത്തിപ്പെടാൻ മാത്രം നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ തിരിച്ചറിഞ്ഞ് ആ മനസ്സിനെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില സ്ട്രാറ്റജികളാണ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സ്വീകരിക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തുടക്ക കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള ചർച്ചകൾ മുതൽ ഇന്ന് 100ാം വാർഷികത്തിൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സമസ്തയുടെ വിവിധ ചരിത്ര മേഖലകളിലേക്കും അതുപോലെ തന്നെ സമസ്തയുടെ ഇന്നത്തെ വളർച്ചയുടെ വികാസങ്ങളെക്കുറിച്ചൊക്കെ
വളരെ വിശാലമായി നമ്മോട് സംവദിച്ച ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂരിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.